ഹായ് ആർമി, നിൻകുക്കി വെള്ള ചിമ്മിയാണ്. എൻ്റെ ചാനൽ പോയി ഹാക്കായിപ്പോയി. പിന്നെ എൻ്റെ ഫോണും പോയിരുന്നു. അപ്പോൾ നമ്പർ വഴി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഫോണൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടും പിന്നെ ചാനൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ പഴയ പോലെ ആക്കാൻ പറ്റത്തില്ലെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു. പിന്നൊരു ചാനൽ തുടങ്ങാൻ വിചാരിച്ച് ചാനൽ തുടങ്ങിയതാണ്. അപ്പം എല്ലാവരും ഇങ്ങോട്ട് വരിക. പിന്നെ ഇതൊരു BTS അല്ല, K-pop ആണ്. അതിൻ്റെ കൂടെ നമ്മുടെ ജി കുക്കിൻ്റെ ലവ് സ്റ്റോറി ഇടയിൽ കൂടി ഇങ്ങനെ കയറിപ്പോകുന്നതായിട്ട്. ഓക്കെ, എടാ ഫിലക്സേ, ഞാൻ പാക്ക് ചെയ്യുവാ, വരുവാ. ഓക്കെ. നീ പോയി എന്നടാ? അല്ല, റീലെടുക്കാൻ വല്ല നമുക്ക് വേണ്ടേ? ലൈറ്റ് സ്റ്റിക്ക് എടുക്കാം. ഓക്കെ. എടാ ഇന്നെ നിന്റെ പുള്ളിപ്പുള്ളി ഡ്രസ്സിങ് ഇട്ട് തരത്തില്ല എനിക്കോ? ഇതിനെ ലീനു ചോണ്ട് അടിച്ചു പറ്റിയല്ലോ. നോക്കട്ടെ, അത് തൊട്ട കൈ ഇടിച്ചു കൂട്ടി. പിന്നെ വേണ്ട. സുഖ്മിൻ ചേട്ടൻ കുളിക്കുവാന്ന് തോന്നുന്നു. ഞാനോ? പിന്നെ ഇവിടെ നിൽക്കുന്ന ആരാ? കുളിക്കുന്നിടത്തുനിന്ന് ഇറങ്ങി വന്നത്. പോയടാ ഇറക്കാം, ഞാൻ എപ്പോഴാണ് കുളിച്ചത്. നമുക്ക് ഇറങ്ങാം. ബാൻചൻ ചേട്ടാ, എന്നാടാ നമുക്ക് റീലെടുക്കണ്ടേ? എടുക്കാം, പിന്നല്ലേ. ഇങ്ങനെ ലീഡർ നീ വിളിച്ചായിരുന്നോ? ആരെ? അല്ല, ദേശീയ പിള്ളേരെ. ഞാൻ വിളിച്ചായിരുന്നു. നമുക്ക് ഇറങ്ങാം, ബാ. സുബിനെ അല്ല, സെറ്റല്ലേ? ഇറങ്ങാം. ഇറങ്ങാം. അല്ല, പിള്ളേരെന്തേ? എനിക്കറിയത്തില്ല. നല്ല അമ്മയോ? ഞാനോ? അല്ല, ഗ്രൂപ്പിലെ അമ്മ നീയും ഞാൻ അച്ഛനല്ലേ? അങ്ങനെ. ഞാൻ കണ്ടില്ല പിള്ളേരെ. ചേട്ടാ, ഞാൻ കളിപ്പാട്ട് എടുക്കുക. എന്തിന്? കളിക്കാൻ. എന്ത് കളിപ്പാട്ട് വെച്ച്? ഓക്കെ, എന്നാ വന്നോ? എന്നാ ബാ, ഇറങ്ങാം. എന്തോടാ കൈ വായിക്കാത്ത? കേക്ക്. എന്റെ ചുണ്ട്. അടിപൊളി. ബാ, ഇറങ്ങാം. ചെങ്ങോനെ ഇറങ്ങാം. ഇറങ്ങാം. അല്ല, ഓശിന്റെ എനിക്ക് എന്റെ വീട് വിട്ടു പോവണ്ടായേ. എടാ വാടാ, എനിക്ക് എന്റെ വീട് വിട്ടു പോവണ്ട. എന്റെ വീട് ബംഗ്ലാ പോന്നേ. അവിടെ നമുക്ക് ജങ്ങൂക്കിന്റെ കൂട്ട് ബോഡി ആക്കണ്ടേ? ശരിയാ. എന്നാ ഇറങ്ങാം. നമ്മളിപ്പോ ആരെ ഇതുകൊണ്ട് പോന്ന്? ഇവനെ ഞങ്ങൾക്ക് കൊന്നാലോ? വേണ്ടടാ, ജിയോ പര്യന്ത് ഉറപ്പാ. വാ ജാക്സാ, ഇറങ്ങാം. ഇറങ്ങാം. അല്ല, മാർക്കേട്ടൻ എന്ത്? മാർക്കേട്ടൻ ഞാൻ ഇവിടെ ഉണ്ട്. കുറച്ച് ഫുഡ് എടുത്ത്. ഇന്ന് ഫുഡ് ഇങ്ങോട്ട് ഇറങ്ങി വാ. കുറച്ച് ബഹുമാനമില്ലാത്ത തെണ്ടികള്. ഇറങ്ങാം. ഇറങ്ങാം. അല്ല, ചെന്നോ എന്ത്? ചെന്നോ? ഞാനിവിടെ ഉണ്ട്. കൊള്ളാം. ഫസ്റ്റ് വണ്ടി കയറിയുന്നു. ബാ സുഖേ. അജിനേട്ടാ വാടാ. ഓക്കെ. അല്ല, എങ്ങോട്ടാ? കുക്കിങ്ങിന് ഞാൻ വരത്തില്ല. ഞാൻ കുക്ക് ചെയ്യത്തില്ല. ഇന്നലെ കൂടി ഞാൻ കുക്ക് ചെയ്ത്. എന്ത്? ഇന്നലെ ഹോബി അല്ലേ വാങ്ങിച്ചു തന്നെ, അതെടുത്ത് പാത്രത്തിലോട്ട് വിളമ്പിയതാണോ നിന്റെ കുക്കിങ്? അല്ല, അതും കിച്ചണിൽ വെച്ചുള്ളതാണല്ലോ. നീയോടെ ഉള്ളടാ ഹോബി. ഇന്നലെ വാങ്ങിച്ചാൽ അവൻ റെസ്റ്റ് എടുത്തോട്ടെ. പിന്നെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് അവൻ റെസ്റ്റ് എടുക്കുക. പിന്നെ നമിച്ചു. വേണ്ടല്ല, വേണ്ട. പിന്നെ ആരാ? പിന്നെ അവന്മാരില്ലേ? അല്ല, അവന്മാര് വന്നു കഴിഞ്ഞാൽ എനിക്ക് പഴനി ഇരട്ടിയാവുന്നല്ല, വേറെ ഒരു ഉപകാരമില്ല അവന്മാരെ കൊണ്ട്. ഞാൻ തന്നെ വരാം. നമ്മൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ ഉപകാരമുള്ളതില്ലയോ? സത്യം, ഇങ്ങനെ ജനിക്കണ്ടായിരുന്നു. അതെ. അല്ല, എന്തുണ്ടാക്കാനാ? കിഞ്ചി ഞാൻ ഇന്നലെ ഫ്രഷ് ആക്കി എടുത്ത് വെച്ചായിരുന്നു. പിന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് സ്പൈസസ് ഇട്ടാൽ മതി. പിന്നെ ചമ്പൊക്കെ ഉണ്ടാക്കാം. പിന്നെ നൂഡിൽസ് മതിയല്ലോ. പിന്നെ TXT പിള്ളേർക്ക് അത് മതിയല്ലോ. ഓക്കെ, ശരി. എന്തു കേട്ടോ ഉണ്ടാക്കുന്നത്? ഇതെങ്ങനെ ഇവിടെ വന്ന്? നിന്നോട് ആര് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറാൻ? അല്ല, ഞാൻ എന്തുകൊണ്ടാക്കാം? ഇറങ്ങിപ്പോടാ തേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം ഇത് നശിപ്പിച്ചില്ലെന്ന്. ഇറങ്ങിപ്പോടാ. ലീഡറായിട്ട് ജനിക്കുണ്ടായിരുന്നു. എന്തിന്? അല്ല, സോളോ എടുത്താൽ മതിയെന്ന് ചോദിച്ചപ്പോൾ പാവം എന്താണ്ടൊക്കെ പുറത്തോണ്ട് പോകുന്നു. എല്ലാം ഞണ്ടിന്റെ പുറയിലിരുന്ന് കരയായിരിക്കും. ആവശ്യമാണ്. എന്താണ് പരിപാടി? ഞാനിവിടെ സഹായിക്കാം. വേണ്ട, നീ ഉറങ്ങിക്കോ. സ്വീറ്റ് ഡ്രീംസ്. ഞാൻ എന്റെ പാട്ട് കേട്ടായിരുന്നോ? പിന്നെ അല്ല, സൂപ്പർ സാധനം. സൂപ്പർ സാധനം എന്നൊക്കെ പറഞ്ഞാൽ മതി. സുഖേട്ടൻ എൻ്റെ കൂടെ വന്നില്ല. ജിന്നേട്ടൻ എൻ്റെ കൂടെ കളിച്ചു. വരാടാ, കളിക്കാം. ഇപ്പം ഞാനെന്ത് ചെയ്യണ്ടേ? നീ ഇത് ചെയ്യണ്ട, പൊക്കോ. അല്ല, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ക്യാബേജ് അറിയാം. ഓക്കെ. എന്നിട്ട് എടാ, പുതിയ പോസ്റ്റ് ഒന്നുമില്ലടാ ഹോബി? പോസ്റ്റ് ചെയ്യാം. ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഇല്ല, പെയിന്റ് പാട്ടൊക്കകത്ത് നമ്മൾ തലയെടുത്തില്ലേ, അതുമാതിരി ഉള്ള ചെറിയ കളറൊക്കെ കിടക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാൻ അംജനേട്ടൻ്റെ കൂട്ട് ഇല്ല ഇത് മ്യൂസിയത്തിൽ പോയ മതിയൊക്കെ ഇല്ല.
കല്ല് മുള്ള് താ പൂ ഇതൊക്കെയാ അങ്ങേരുന്നത്. അതിലും വേദം ഞാന്. ഓക്കെ, അതെ അതെ, യൂണിവേഴ്സൽ ട്രൂത്ത്. ജീവനെങ്ങനല്ലേ? അത് തന്നെ. പിന്നെ മറ്റേ വരിക്കാത്ത ഓക്കെ, നമുക്കിത് പഠിക്കാം, എന്നിട്ട് ഹോബിയേട്ടനോട് കളിക്കാം. ഓക്കെ. അല്ല, പൂക്കി എന്തേ? ആ പൂക്കി അറിയത്തില്ല, എനിക്കറിയത്തില്ല. പിന്നെ ആ പിള്ളേരൊക്കെ വരുന്നില്ലോടാ? ആ പിള്ളേരൊക്കെ വന്നിട്ട് 6 മാസം ഇവിടെ കാണും. ഓ, സീനായിരിക്കും അല്ലേ പിള്ളേരുടെ ഒക്കെ കളിക്കാൻ. അതെന്തോ ഇനി പരിപാടി? ആ നൈറ്റിൽ അവർ വരുന്നത്. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് വരുമായിരിക്കും. ഇത്ര നേരമായിട്ട് നമ്മളിവിടെ മണ്ടയ്ക്ക് ഇരിക്കുമല്ലോ, ചിന്നേട്ടനെ തല്ലി കൊല്ലും താഴോട്ട് ചെല്ലുമ്പോഴത്തേക്ക്. എടാ, പുതിയ റൂമറൊക്കെ കേട്ടല്ലോടാ? അതെന്നതാ? നീയും ചെങ്കൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഡിങ്കോൾഫി എന്ത് പോയവർക്ക്? അല്ല, ആരീശ്വരനകത്ത് കൃത്യമായിരുന്നു ഫ്ലോട്ട് ചെയ്യുന്ന കണ്ട്. അല്ല, ഞാൻ ഓൾറെഡി ഫ്ലോട്ടിങ് ആവുമല്ലോ, ആ ക്യാമറയും കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഫ്ലോട്ട് ചെയ്യാൻ നോക്കിയത്. ഓ, റൂമറൊക്കെ കേൾക്കുന്നു. എന്തിവിടെ നിന്നെ പറ്റിയ? ഓ, പരിദോഷനാണോ? ഒന്നും പെരുമാറിക്കാം. അല്ലടാ ഇറക്ക. പിന്നെന്തുവാ? റൂമർ. ആഹാ, എന്തുവാ? പിന്നെ അയ്യോ ആണോ? അല്ല, പിന്നെ ബീച്ചേട്ടനുമായിട്ടാണോ? അല്ലടാ, പിന്നെ ആ പറഞ്ഞിട്ട് ബീച്ചേട്ടനായിട്ടുള്ളത് ഏറ്റവും വലിയ ജെനിയുടെ എന്ത് വരുന്നത് പോരർക്ക. ഓ, ഓർക്കണ്ട, എനിക്ക് എന്തു വരുന്നവാ കസ്തു. അവര് വരുമോ? അവര് വരുമോന്ന് എനിക്കറിയത്തില്ല. ഇല്ലില്ല, അവര് വരത്തില്ല. അവര് ഡിസ്ബാൻഡ് ആയില്ല. പിന്നെ അവര് പലരും പലയിടത്ത. ഭാഗ്യം. പാവം, ഇപ്പോഴാ തോന്നിന് ജീവൻ നേരെ വീണ പാവം വീട്ട്. ഓ, എനിക്ക് ഓർക്കണ്ട എന്ത് വരുന്നു വാ. ഞാൻ അറിയാണ്ടൊന്ന് ഫോളോയും ചെയ്തു പോയി. ആ, പോട്ടെ. അല്ല, എന്തോ പറഞ്ഞിട്ടിരുന്നു? റൂമർ ആരുമായിട്ട്? നീയും സിമിനും. ആഹാ, പോയടർക്കാ. നീ വാട്ട, കുറെ നേരമായി തുടങ്ങിയിട്ട്. അല്ല, പറ, എന്തുവായിരുന്നു? അയ്യടാ, അവന്റെ ഉത്സവം കണ്ടോ? എന്താ, എനിക്ക് ഉത്സവിച്ചൂടെ? ആ, അതെ, അവൻ ഉത്സവിച്ചൂടെ? എടാ, അതിനകത്ത് നീ അവൻ ഫ്ലോട്ട് ചെയ്യുമ്പോൾ നീ അനങ്ങാണ്ടിരിക്കുന്നത്, പിന്നെ നീ കുറച്ച് ബോയ് ഫ്രണ്ട് മെറ്റീരിയൽസ് ഒക്കെ ചെയ്യുന്നതിനകത്ത്. അതുകൊണ്ട് എന്തൊക്കെയോ ഒരു ഡൗട്ട് എല്ലാവർക്കും. ഓഹോ, ആഹാ, കൊള്ളാമല്ലോ. സമ്മതിക്കത്തില്ല പുല്യങ്ങൾ രണ്ടും കൂടെ. എന്തോ, എങ്ങനെ? ആ ക്യാമറ ചുറ്റും ഉണ്ടായിട്ട് ഞാൻ ഫ്ലോട്ട് ചെയ്തതാണല്ലോ. അപ്പം ഞാൻ എങ്ങാണ്ടിരുന്നു. ഇത് നമ്മുടെ വീടാന്ന് ഓർക്കണം. ഞാൻ തിരിച്ച് ഫ്ലോട്ട് ചെയ്യും. ഇത്രയും നാൾ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പം അയ്യടാ, ഇങ്ങോട്ട് വന്നാൽ മതി. നീ പാടെ. അതാ, അത്രയും മൂത്ത അവനെയാണോടെ നീ ഫ്ലേർട്ട് ചെയ്യുന്നത്? അവനെ അങ്ങോട്ട് ഫ്ലേർട്ട് ചെയ്യാം, കാരണം നീ ചെറുതാ. ഒന്ന് പോയടോ കളവ. കളവനോ? ഞാൻ എത്ര വയസ്സിന് മൂത്താടാ നിന്നെക്കാട്ടിലും? 2. ഐ വാണ്ട് ബഹുമാനം. എന്നെ ബഹുമാനിക്കണം. പിന്നെ സൗകര്യമില്ല. എന്തോ കൊടുക്കും നിങ്ങൾ? ഓ, 2 കൂടി ഇടാടിയിട്ട് ഞാൻ പോവാ. അല്ല ജിംഷി. ഓ, പോയി. അവൻ പോയോ? ഛേ, അല്ല, നമ്മൾ എന്തൊടുത്തിരിക്കുന്നു? നമ്മൾ അടിയിട് വരുന്നു. അല്ല, വേണ്ട, എന്നാ പിന്നെ അടിയിടാം. എടാ, പറയടാ, സത്യം വന്നൂടാ? അറിയത്തില്ല. എന്തറിയത്തില്ലെന്ന്? എന്താ ഒരു ഷൈയൊക്കെ? ഒരു ഷൈയൊന്നുമില്ല. അവൻ എന്നെ ഫ്ലോട്ട് ചെയ്ത് തിരിച്ച് ഫ്ലോട്ട് ചെയ്യണമെന്നുള്ളു. അതെന്താ? ഓ, എന്തോ ഒരു ഫീലിംഗ്. എന്ത് ഫീലിംഗ്? ആ, എനിക്കറിയത്തില്ല. മേ ബി ഇപ്പൊ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കാം. ഓ, സെറ്റ്, നമുക്ക് നോക്കാം. നോക്കാം. ആ, താഴോട്ട് പോവാം. ജിനേട്ട ഇപ്പൊ വേണമെങ്കിൽ കയറി വരും. സമയം എത്രയായില്ല? അവര് വരാനായോ? ആ, വരാനായി കഴിയുമ്പോ താഴോട്ടോ. ഞങ്ങൾ സഹായിക്കണം കേട്ടോ. യോ, വേണ്ട, ഇപ്പഴല്ലേ ചോദിച്ചില്ല. വലിയ ഉപകാരം. അല്ല, ഫോണിനല്ലേ കേട്ടെ. ആ, ബഹളമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഹലോ, ബിൽഡിംഗ് വന്നോ? ഓ, എന്തുപോലെ കാക്കോട്ടി കല്ലെറിഞ്ഞ മാതിരി ഇങ്ങോട്ട് കയറിയോടാ. അല്ലെണ്ണോ? ഓ, ജയ്, എത്ര നാളെ കണ്ട്. പിന്നെ അല്ല ബാമൊക്കെ എന്തേ? അവന്മാര് ഇന്ത്യയില് വേൾഡ് ടൂറിന് പോയത്. ഇന്ത്യയില് വേൾഡ് ടൂർ ഇന്ത്യയിൽ പോയതാ. എന്റെ പൊന്നോ. ആ, ഇന്ത്യയിൽ പോയതാ. ആ, ഞങ്ങൾക്കും പോകണുണ്ട്. ആർമി കാണാമല്ലോ, അവിടെ പോവാ. ആ, സുബിൻ എന്തിടാ? വേണ്ട, സുബിൻ ചേട്ടൻ നമ്മുടെ കാപ്പിയുടെ പുറകിന് പോയിട്ടുണ്ട്. അടിപൊളി. ബാൻസാനി. ഓ, ചിന്നേട്ടാ, സുഖമാണ് ഇന്നേട്ടാ. ഓ, പിന്നെ സുഖാടാ. ചങ്ങോക്ക്. ഓ, എന്റെ ഫാൻ പോയി. ഓ, വാടാ. ഓ, ചങ്ങോക്ക്, എന്നടാ ബോഡി എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നേ? ഓ, എനിക്ക് വർക്കൗട്ട് നീ എവിടെ ചെയ്യുന്നേ? ഇതിനകത്ത് ജിമ്മ ഇതിനകത്തുണ്ട്. ഓ, ഞാനും ഇതിനകത്തോട്ട് വർക്കൗട്ട് ചെയ്യും. എനിക്ക് നിന്നോട്ട് ബോഡി വേണം. ഓ, ഇതിനടുത്ത് മാറിക്കാം. ഹായ്. ആ, ചിന്നമ്മ. ഓ, ജിവിനെ. ആ, മാർക്കേട്ടാ. എന്ത് ക്യൂട്ടി ബ്യൂട്ടി സോപ്പാടാ. എനിക്ക് അയ്യ പോയിടുന്നു. ചൂടെ നാടൻ വരുത്തടാ. ആ, മാർക്കേട്ടാ. ആ, ജമ്മൊക്കെ സുഖമാണോ?
ആ പിന്നെ സുഖം. ഓ ഗൈസ് യെസ് ഗൈസ്. എന്താ ഡബി എന്തോന്നും പറഞ്ഞോ? ഇല്ല ഇല്ല, അത് നമുക്ക് കഴിക്കാം, രാത്രി ആയില്ലേ, വാ കഴിക്കാം. അന്ന് ഇരിക്കി. ഓ ചിന്നട്ട ഇതല്ലേ ചിന്നട്ട ഉണ്ടാക്കിയാന്നോ? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ചിന്നട്ട ഒരുമാതിരി ഡാഡ്ലെസ് തരം പറയരുത്. ഡാഡ്ലെസ് തരം. ഓ സോറി മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ആ കണ്ടിന്യൂ. അല്ല ഞാനും അവനോട് ഉണ്ടാക്കിയതാ. ഓക്കെ. എടാ ഇന്ന് എന്തേ? അറിയത്തില്ല. ഈ ചെറുക്കൻ എന്തേ? എന്തുവാടാ? ഓ സോറി, ഞാൻ പെട്ടെന്ന് വീട്ടിലാന്ന് വിചാരിച്ചു പോയി. ഇതെന്നെ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാ. ഞാനുണ്ട്, വരുവാ. ഇരുന്ന് എനിക്കും ഫുഡ്. അങ്ങനെയാണെ കൊള്ളാം. ഇത് സൈഡാണ് നോക്കിയ നല്ല ടേസ്റ്റ് ഉണ്ട്, നോക്കട്ടെ. ഓ മൃഗക്കരി കൊല്ലടില്ലാടാവേ. എന്തുവാടാ? സോറി, ഇതിങ്ങനെ. ചെങ്ങോനെന്തേ? ചെങ്ങോനെ അതാണ്ടിരിക്കുന്നു. അതിന് തറ ഇരുന്ന് തിന്നാലേ ഉറക്കാൻ പറ്റത്തുള്ളൂ. അല്ല, തറ ഇരുന്നാലേ കയറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഓഷ് രണ്ട് ഐസ്ക്രീം വേണോ? ഐസ്ക്രീം എത്രയായി? വെള്ളം വേണോ? വെള്ളം തണുത്തോളം ഉണ്ടോ? ഉണ്ട്. ആ ചേട്ടൻ എനിക്ക് തണുത്തോളം വേണം. എനിക്ക് ഞാൻ തൊണ്ട. എടാ ജീവനെ എനിക്കൊരു ചോപ്സിക്ക് കൂടെ. ഓക്കെ. അല്ല പിള്ളേരെ, ഇതാണ് ബനാന മിൽക്ക് ആണ് എൻ്റെ. ബനാന മിൽക്ക് തരാവോ? പിന്നെ തരാലോ, നീ ഞാൻ എടുത്തോണ്ട് വരാം. അതിലെന്ത് ബനാന മിൽക്ക് തൊണ്ട പോകുന്നു? ഞങ്ങൾ പോയാലോ? വേണ്ട, ചേട്ടൻ വരെ പറഞ്ഞു വരും. മണ്ടക്കിരിക്കുന്നു. ഇതിവർ അറിഞ്ഞോണ്ട് ഈ മണ്ടയ്ക്ക് കൊണ്ട് വെക്കുവാണ്. എത്തുന്നില്ല. പേടിക്കണ്ട കേട്ടോ. നീ ഏതാ ലോലിനാണോ ടഫാണോ എന്നൊക്കെ പിന്നറിയാം. അല്ല, ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഫ്ലർട്ട് ചെയ്യാം ഞാൻ. ആരീഷോറിൽ അനങ്ങാണ്ടിരുന്നതിൻ്റെ അഹങ്കാരമാണ് ഇപ്പം കാണിക്കുന്നത്. ആരീഷോറിൽ ക്യാമറ ഉണ്ടായിട്ട് ഞാൻ ഫ്ലർട്ട് ചെയ്ത. ഇപ്പം നമ്മുടെ വീട്ടിലല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഫ്ലർട്ട് ചെയ്യാമോ? അല്ല അങ്ങനല്ല, മാറും. പറ, ഞാൻ ഫ്ലർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അല്ല അത് പറ. മാറിയേ പറ ജിംഷി, കുഴപ്പമുണ്ടോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ എന്താ ഇതിന് ബാക്കിലോട്ട് ഫ്രിഡ്ജിൽ ചെന്നിരിക്കുന്നത്? കുഴപ്പമില്ലെങ്കിൽ അത് എനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഫ്ലർട്ട് ചെയ്യും. എന്താ അത്? പ്ലീസ്, എന്ത് പ്ലീസ്? എന്നോട് ഫ്ലർട്ട് ചെയ്യില്ല. അപ്പോൾ ഈ കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക്. എന്താ വെള്ളം കിട്ടി. അത് പോയാ എന്നടാ പണി വെച്ചിരിക്ക. മര്യാദക്ക് മിണ്ടി വന്നതോ. അവന്റെ ഫ്ലേട്ടിങ്, അവൻ ഫ്ലേട്ട് ചെയ്ത തീരാതെ ഉള്ളോ നീ? ടോപ്പ്, ഐ എം ദി ടോപ്പ്. എന്ത് ഇന്നസെന്റ് ആയിട്ടുള്ള മുഖം. ക്യൂട്ടായിട്ടിരിക്കുമ്പോ കടിച്ച് തിന്നാൻ തോന്നും, അല്ലാതെ ഫ്ലേട്ട് ചെയ്യുമ്പോ കൺട്രോൾ പോവാ. ഞാൻ ഇങ്ങോട്ട് വന്നേ. ബനാന മിൽക്ക് പോയി കഴിഞ്ഞാൽ പിള്ളേരെന്ത് വിചാരിച്ചേ? ഇച്ചിരി ഉള്ളോ? ഇച്ചിരി മതി. എന്താ ജിമ്മെ വൈകിയേ? വെള്ളം ഇച്ചിരി ചൂടായിരുന്നടാ, ഒന്ന് തണുപ്പിച്ചോടാ. പിന്നെ തണുപ്പിച്ചു. ചെങ്കുക്കെ എന്നാടാ വിയാത്തിരിക്കുന്നേ? മുഖം കഴുകിയതാ ഞാൻ. ആണോ? ഓക്കെ. എന്നാ ബനാന മിൽക്ക്. ഇത് കണ്ടിട്ടേ ഉള്ളു, കുടിച്ചു നോക്കട്ടെ. ഇതെല്ലാം വേണം. മണപ്പിച്ച് നോക്കിയിട്ടാണോ ഇവിടെ തിന്നുന്നേ? സോറി, ഇതിങ്ങനെ ഫ്ലക്സ് ചോദിച്ചിട്ട് റീലെടുക്കാൻ പോയി. അടിപൊളി. എനിക്കും പോണം. എടാ, നമ്മൾ ലീഡേഴ്സ് ആണ്, നമ്മൾ പക്കം കാണിക്കാം. ആരെ പറയുന്നത്? ഞണ്ടിട്ട് പറയാൻ ഇങ്ങനെ ഓടിയോനാ? അല്ല, അങ്ങനെ പറയത് ചിന്നേട്ടാ. ചേട്ടൻ ആയതുകൊണ്ട് മാത്രമാണ് BTS എന്നുള്ളൊരു വലിയ കപ്പലിന്
താങ്ങി നിർത്തിയേക്കുന്നത്. അതേപോലെ നിനക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ, ഇവർക്കാർക്കും എന്നോടൊരു ബഹുമാനമില്ല. ഇവിടെ ബഹുമാനം പറ്റിയൊരു സാധനം. എന്താണ് ചിമ്മിയിട്ട് മൗനം? ഓ ഒന്നുമില്ലടാ, എനിക്കൊരു കുഴപ്പമില്ല. ഓ അപ്പൊ ഇപ്പുറത്തായിരിക്കും. എന്താണ് കോക്കി? ഒന്നുമില്ല. ഒത്തില്ലല്ലോ. നമുക്ക് നോക്കാടാ. അല്ല, നമ്മളെ ഇന്ന് ബാക്ക് നേരത്തെ കിടക്കത്തില്ലായിരിക്കും. ആ പിള്ളേര് കളിക്കാൻ കാണത്തില്ലേ, അവന്മാരോട് നമുക്ക് കളിക്കാം. അപ്പൊ ചേട്ടന്മാരും എല്ലാവരും ഒന്നും പറയത്തില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും സെറ്റാക്കാം. ഓ സെറ്റ് തേക്കൊക്കെ എന്നാ സുമ്മാവാ. ഓ പിന്നല്ല. എടാ പിള്ളേര് കിടക്കുന്നില്ലയോ? ഇല്ല, ഞങ്ങള് കുറച്ച് കളിക്കാൻ പോവാ. ആണോ? ആ എന്നാ കിടക്കാൻ പാ, നമുക്ക് പോകാം. എടാ കൂക്കി, നീ ലൈവ് പോകണമെന്നില്ലായിരുന്നു? അല്ല കുഴപ്പമില്ല, ഞങ്ങൾ പിന്നെ പൊക്കോളാം. ഞങ്ങളിവിടെ അവന്മാരോടൊന്ന് കളിക്കട്ടെ. ആ ഓക്കെ. നേരത്തെ കിടന്നോണം കേട്ടോ. ആഴ്ചയിലായിട്ടെ കിടക്കാം. എടാ ഹോബി എന്നാ? എടാ കുറച്ച് ഓറഞ്ച് വാങ്ങിച്ചാലോടാ. ബിഗ്ഗസ്റ്റ് ബോയ് ബാൻഡിലെ റിച്ചസ്റ്റ് മെമ്പർ എന്നുള്ള പേരിന്റെ തലേന്ന് ആരെങ്കിലും ഒന്ന് മാറ്റാവോ? അല്ല മാറുന്നിടം മതി. ചേട്ടനായ പോലെ വാങ്ങിച്ചരാ. ഓ മുത്താണ് നീ. മുത്ത എന്തോടാ ചൂണത്? ലവ്, ബ്രദർ ലവ്. ഓ ആയിക്കോട്ടെ, ബാ. ജാക്സ എണിച്ച് വിളിക്കേ, ഞാൻ എവിടെ കിടക്കുന്നത്? പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എവിടെ കിടക്കുന്നത്. പട്ടി. ഓ തിണ്ടികള്. ഓ ഉറക്കം വരുന്നല്ലോ. വീട് മറിക്കിടന്നിട്ട് വീട് മറിക്കിടന്നോണ്ടൊന്നുമല്ല, പിള്ളേരെ പിടിച്ചിട്ട് ഉറക്കാൻ തോന്നും. മര്യാദക്കാണ് ഉറങ്ങണം. ഓ സമ്മതിക്കത്തില്ല. എടാ ഹാൻചേട്ടൻ എന്ത്? ഹാൻ എപ്പോഴേ കിടന്നു. ഞാനും പോയി കിടക്കട്ടെ. അല്ല ഫിലക്സ് യൂണിറ്റ് എന്ത്? ഫിലക്സ് യൂണിറ്റ് ടെറസിൽ കിടന്നു റീൽ ചെയ്യുന്നു. റീലോ? ആ അപ്പൊ ബാൻജാനോ അവിടെ പോയി നിപ്പോണ്ട്. അടിപൊളി. നീ പോന്നില്ലയോ? ഓ ഞങ്ങൾ വാങ്ങാൻ പോവാ. ഇത് സുഖേട്ടന്റെ ബാക്കി തന്നെ. ബായ് ഇങ്ങോട്ട്. ചെമ്മോനെ ഹോഷി എന്തേടാ? ആ ഹോഷി ജേക്കേട്ട ജിമ്മി കിടന്ന് ഏതാണ്ടൊക്കെ കാണിക്കുന്നു. ചാവാതിരുന്നാ മതിയായിരുന്നു. ചത്താലും വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയരുത്, നമ്മുടെ ഒരു റാപ്പറിനെ നഷ്ടപ്പെടുന്നു. ശരി ബാഗ നമുക്ക് കിടന്നു നോക്കാം, അവൻ വന്നോളൂ. ആ ഇന്നെ കണ്ട് സാറ്റ് കായ് മോനെ വാ ഇഞ്ചു വാ. ചേട്ടാ ഞങ്ങൾ വിളിക്കും സാറ്റ്. ആ അതെ. ആ തേങ്ങനൊക്കെ ഉണ്ട്. എന്നെ കണ്ടോ? എടാ പോട്ടാ. എന്നാ നിന്നെയും കണ്ട്. ഓ നമ്മുടെ പേര് മാറ്റണോടാ. മാറ്റേണ്ടിയിരിക്കുന്നു. താങ്ക് യു. ഇനി വന്നേ കണ്ടു, നിന്നെ കണ്ടു. ഓ ഇനി വേറെ ആരുള്ള? ജങ്കുക്ക്. ആ അവനെ ഇനി ഞാൻ അവിടെ പോയി തപ്പാനോ? അവൻ ബാമിന്റെ കൂട്ടി വല്ലതും കാണും. പോയി തപ്പ്. കണ്ടുപിടിക്കുക ചെല്ലേ. പോവാ. ജങ്കുക്ക് എവിടെയില്ലയോ? ജങ്കുക്ക്. അയ്യോ അമ്മേ, പേടിക്കണ്ട കേട്ടോ. എന്ന് പറയാനിരിക്കും. ഇങ്ങോട്ട് വാടാ, നിന്നെ സാരി ഇടാൻ പോ. നിക്ക് മാറ്, ഞാൻ സാരി ഇട്ടാ. കിച്ചണിൽ വെച്ച് എന്താ കാണിച്ചേ? കിച്ചണിൽ വെച്ച് ഫ്ലോട്ടിങ് മനസ്സിലായില്ലോ? ഓഫ്, ഈ സാസിനെസ് ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജിമിനാ. മാറി, നീ കയ്യിന്ന് വിടണം. വിടാം. ആ മാറി. ആ കയ്യിലല്ലേ വിടാൻ പറഞ്ഞു? വേസ്റ്റിലല്ലോ. ഇതെന്ത് കുഞ്ഞാടാ? നിന്റെ വേസ്റ്റിന് എൻ്റെ ഒരു കൈ മതിയല്ലോ. ബോഡി ചെയ്യാൻ നടക്കുന്നോടെ പട്ടി. ഓഹ് ഉള്ള സിനിമയും കണ്ടുകൊണ്ട് വന്നേ ഡയലോഗും പഠിച്ചുകൊണ്ട്. ആ വലിയ കാര്യമായി പോയി. വീട് തന്നെ എടുത്തില്ല. എന്നെ വീടണമെങ്കിൽ എനിക്കൊരു സാധനം എന്താ തരത്തില്ല. ഓ തരൂ. ആ തരാം. ജോലി എനിക്ക് ചെങ്കുക്ക്. എന്താ? ഓ എൻ്റെ ഐസ് പോകുന്ന കണ്ടിട്ടാ. എനിക്കൊരു കിസ്സ. ചെങ്കുക്ക് മാറിയ നീ. ചെങ്കുക്ക് ഇത് ശരിയാവത്തില്ല. എന്താ ശരിയാവാത്ത? ഞാൻ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. എന്താ കുഴപ്പം? വേണ്ട, നീ മാറ്. ജിമ്മിനെന്താ പോയി? എവിടെ പോയി? അവര് തലവേദന എടുക്കുന്നു പറഞ്ഞിട്ട് കളി നിർത്തിപ്പോയി. അവരും പിള്ളേരും പോയി. ആണോ? ഒന്നുമില്ല. നീ എന്നോട് പറയടാ.
അത് ഞാൻ അവനെ അവിടെ പിടിച്ചിരുത്തിയപ്പം ഫ്ലേർട്ട് ചെയ്യാനായിരിക്കും. ആ അതിന് പിടിച്ചിരുത്തിയപ്പം ഞാൻ അവനെ വിടണമെങ്കിൽ എൻ്റെ തരണമെന്ന് ചോദിച്ചു. ഞാൻ ഞാൻ കിസ് വേണമെന്ന്. നശിപ്പിച്ച് സ്ട്രെയിറ്റായിട്ട് ഇങ്ങനെയാണോ കയറി പറയുന്നേ. അപ്പം എനിക്ക് കൺട്രോള് പോയിട്ടോ. ഓ ഈ വായ്പം അല്ല വിജേട്ടാ ശിംഷേനോട് ദേഷ്യപ്പെട്ടാ പോയി. നശിപ്പിച്ച്. ഞാൻ സംസാരിച്ചോളാം. കുഴപ്പമല്ല ഉണ്ടോ ചോദിക്കാവോ? ചോദിക്കാം. ഞാനിവിടെ വരട്ടെ. ആ ഇനി അത് പിന്നെ അവൻ്റെ ഇരിക്കുന്ന ബാക്കിയും കൂടെ കയറ്റാൻ അങ്ങോട്ടെങ്ങാനും പോകും. റൂമിൽ പോകും. വിജേട്ടാ നീ വിഷമിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. ഓക്കെ ചൂന. ആ എന്താണ് നീ വാ. എന്താ പറ്റി നിനക്ക്? ഒന്നുമില്ല. ചങ്ക്കെല്ലാം പറഞ്ഞു. ചങ്ക് നിന്നോട് പറഞ്ഞെന്ന് പറ. ശരി. അപ്പോൾ നീ ഇതിനെ അങ്ങനെ പറഞ്ഞു? എടാ അവനെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിനക്ക് അവനോട് ഫ്ലോട്ട് ചെയ്യല്ലോ, അവൻ തിരിച്ച് ഫ്ലോട്ട് ചെയ്യുന്ന കുഴപ്പം. ഞാൻ അവനോട് കിസ്സൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. എടാ അവന് നിന്നോട് ഇതിൽ കാണും. എടാ ഞങ്ങള് ബോയ്സ് ആയിരുന്നായിരിക്കും. എടാ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. നീ എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നിനക്ക് സത്യം പറിച്ചാലേ പണ്ട് നിനക്ക് അവന് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയല്ല, എൻ്റെ മുഖത്ത് നോക്കി പറ. ഇഷ്ടമായിരുന്നു. പക്ഷെ അവനന്നൊക്കെ എന്നോട് അങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആ ഫീല് പോയടാ. ഞാൻ പിന്നെ ഇപ്പോൾ അത് തിരിച്ചുകൊണ്ടുവരാൻ പറ്റില്ലേ? അവനതെല്ലാം മറന്നു. നിന്നെ നീ സ്നേഹിച്ചതിനെക്കാട്ടും ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതെനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. ശിവൻ എന്നെക്കൊണ്ട് പറ്റൂടാ. ശ്രമിച്ചു നോക്ക്. അവൾ നല്ല വിഷമിച്ചിട്ടുള്ളൂ. എടാ വേണോ? വേണം. ശരി, അവളോട് സംസാരിക്കുക. ഓക്കെ. പ്ലീസ് എന്നോട് കണ്ടു. എന്നോട് പ്ലീസ്. ഞാൻ സംസാരിക്കത്തില്ല. എന്നെ ഇഗ്നോർ ചെയ്യത്തില്ല പ്ലീസ്. ചെങ്കു കരയാതെ പ്ലീസ്. എടാ ഫസ്റ്റ് ഒരു എഫിനോട് ഇങ്ങോട്ട് നീ തന്നെ ഇങ്ങനെ കരയാതെ പ്ലീസ്. സോറി, ഞാൻ ഇന്നലെ സംസാരിക്കത്തില്ല. എന്നോട് മിണ്ടായിരിക്കുന്നു പ്ലീസ്. ചെങ്കു ഇനി വന്ന് ഇരിക്കുന്നേ. ഞാൻ മിണ്ടാവുന്നിരിക്കത്തില്ല. എവിടെ ഇരുന്ന് പ്ലീസ് ജിമ്മ. എൻ്റെ അടുത്ത് നിന്നോട് ഞാൻ മിണ്ടായിരിക്കുന്നല്ല പറഞ്ഞു. സോറി ഓട്ടെ. ഞാൻ ഇപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞത്. സോറി, പെട്ടെന്ന് നീ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ അങ്ങനെ പറയത്തില്ല. സോറി. അങ്ങനെ പറയണ്ടെന്നല്ല. വേണ്ട പോട്ടെ, നീ കരയണ്ട. അപ്പം നീ പറയുന്നു ഞാൻ ഫ്ലഡ് ചെയ്തോന്നു. ചെയ്തോ? വേണ്ട. ഇതിൻ്റെ പേര് നമ്മൾക്കിടെ വേറൊരു പ്രശ്നം കൂടെ വേണ്ട പ്ലീസ്. അതെന്താ? ഞാൻ ഫ്ലഡ് ചെയ്യുന്നുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നീ ഫ്ലഡ് ചെയ്യുന്നുണ്ട്, എനിക്കൊന്നും കുഴപ്പം. വേണ്ട പ്ലീസ്. എന്തിനാണ് പ്ലീസ് ഒക്കെ? നിനക്ക് ഫ്ലഡ് ചെയ്യും, ഞാനും ഫ്ലഡ് ചെയ്യും. വേണ്ട പ്ലീസ്. എന്ത് വേണ്ട? എന്നോട് ഫ്ലഡ് ചെയ്ത് പ്ലീസ്. അപ്പം നിനക്കും ഞാൻ ഫ്ലഡ് ചെയ്യുന്ന ഇഷ്ടമല്ലേ? ഐ മീൻ ഐ ക്യാൻ കൺട്രോൾ മൈ സെൽഫ്. ഓക്കെ ഓക്കെ. നീ പൊക്കോ. ഇല്ല, ഞാൻ പോകത്തില്ല. പ്ലീസ്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം ചെയ്യണം. സിമിൻ വേണ്ട. ചെയ്യണം. പറ. എന്നോട് തിരിച്ച് ഫ്ലഡ് ചെയ്യും. തിരിച്ച് ഫ്ലഡ് ചെയ്യും. ആര് ചോദിച്ച്? ഞാൻ വെറുതെ എന്നോട് ഫ്ലഡ് ചെയ്താണ്. അങ്ങനെ പറയാനൊക്കത്തില്ലെങ്കിലോ? ഓഹോ, അപ്പോൾ എന്ത്? അപ്പോൾ ഒന്നുമില്ലേ? വെറുതെ ഫ്ലഡ് ചെയ്തല്ല? അല്ല പിന്നെ
അല്ല അതിനു മുമ്പ് കിച്ചണിൽ വെച്ച് നീ എന്തോ എന്നോട് ചോദിക്കാൻ വന്നേ അത് പറ. Can I can I kiss you? Huh? ജംഗുക്ക്, ഇതാ ഞാൻ പറഞ്ഞ പ്ലീസ് എന്നോട് ഫ്ലർട്ട് ചെയ്ത മാറി. ജംഗു നില Yes, you can. I'm going to kiss you. You can. I can't stop myself. Can I kiss you again? Mother, your lips. I'm craving for that. Can I kiss you again, please? വേണ്ട മതി, ഞാൻ പോലെ പ്ലീസ്. ചങ്ങോക്ക്, ഞാൻ പറയുന്നേക്ക്, എന്നെ കണ്ടിട്ട് നോക്ക്. പറ ചങ്ങോക്ക്, ഇത് ജസ്റ്റ് ഫ്ലാട്ടിങ് മാത്രമായിരിക്കും. ഇത് ലവാണോ ഒന്നും നിനക്ക് ഉറപ്പുണ്ടോ? ഇതൊന്നും എനിക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിന്നെ കിസ് ചെയ്തിട്ട് ചോദിച്ചത്. കിസ് ചെയ്തപ്പോൾ മനസ്സിലായി ഐ എം only curving for you, only him. I love you. ജംഗുക്ക്, എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് എന്തിനെ ഇഷ്ടമാണ്, പക്ഷേ ലവ് എന്നൊരിതിൽ ഞാൻ ആലോചിച്ചിട്ട് മതിയോ? മതി. അപ്പോൾ ഞാൻ പോക്കോട്ടെ. ബൈ. അല്ല, എനിക്കിതേപോലെ ഫ്ലർട്ട് ചെയ്യാമല്ലോ ഇനി. ചെയ്തോ? ഓ, അപ്പം ഇപ്പോൾ ചെയ്യട്ടെ? വേണ്ട വേണ്ട, പിന്നെ മതി. ഓ, പിന്നെ വേണം. ചങ്ങോക്ക്. ഓക്കെ, ബൈ. ലവ് യു. ബൈ. തിരിച്ചില്ല? തിരിച്ച് സമയട്ടെ പറയാം. ഓക്കെ, ബൈ. ലവ് യു. ബൈ ബൈ. എൻ്റെ ലിപ്പ്. ശിവനാ, സംസാരിച്ചോ അവളോട്? സംസാരിച്ചു. എന്താ നിന്റെ മുഖം വല്ലോണ്ടിരിക്കുന്നത്? വഴിക്കിട്ടോ? ഇല്ല. പിന്നെന്താ? ഒന്നുമില്ല. അല്ല, നീ ഇങ്ങോട്ട് നോക്കിയേ. എന്താ? നോക്ക്, നിന്റെ ലിപ്പിനെന്താ പറ്റി? ഒന്നുമില്ല. സിമൻ, എൻ്റെ അടുത്ത് കള്ളം പറയരുത്. എന്താ? ഒന്നുമില്ല, പോടാ. നീ പൊക്കോ, ഞാൻ ജങ്കിലെടുത്ത് ചോദിച്ചോളാം. അയാൾ കടുവേ, ഞാൻ ചോദിച്ചോളാന്ന്. ചെങ്കോക്ക്, എന്നാണ് ഇവിടെ? എന്നാ ചെയ്യും? ഭയങ്കര നാണത്തിലൊക്കെ പോയി. അല്ല, അവന്റെ ചുണ്ടിലെന്താ ഒരു പാട്? എന്തിട നടന്ന്? കിസ്? നീ ഒന്ന് ഫോഴ്സ് ചെയ്ത് കിസ് ചെയ്താ? ഫോഴ്സ് ചെയ്തല്ല, പിന്നെ അവൻ തന്നെ പറഞ്ഞു കിസ് ചെയ്തോളൂ. എന്താണ് നടന്നേ? പറയാം. എന്റെ ദൈവമേ, അയ്യുണ്ണികളാ നീ കാത്ത്. അപ്പോ അവന്റെ ഫീലിംഗ് അവന് മനസ്സിലാവുന്നിടം വരെ അവൻ ലവ് യു എന്ന് തിരിച്ച് പറയത്തെന്ന് പറഞ്ഞു. ഐ ഫീൽ സിംഗിൾ. അല്ല, ജെനി ഉണ്ട്. ജെനി മിണ്ടരുത് നീ. ഓ, എനിക്ക് വയ്യ, എന്ന് മിണ്ടാണ്ടിരിക്കടാ. ഇത് ഓർക്കുമ്പോ നെഞ്ചിരിക്കുന്നു. ഓർക്കണ്ട. എന്റെ ചിമിച്ചിയുടെ ലിപ്പ്. കാല് മടക്കാനൊന്നും തന്നില്ല. എന്റെ ബെസ്റ്റിയെ പറ്റി ഇങ്ങനെ എന്റെ മുമ്പിൽ ചിക്കനാണ് പറയാൻ തോന്നിയിരിക്കും. ഓ, ആയിക്കോട്ടെ. അപ്പൊ ഫസ്റ്റ് കേസ് പൊളി. അടിപൊളി. ഞാൻ പോട്ടെ. നാളെ ചെസ് കളിക്കുമെന്ന് അവന്മാര് പറഞ്ഞിട്ട് എനിക്കറിയാൻ മേലൊന്നും കളിക്കാൻ. എനിക്കും അറിയത്തില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ വെച്ച് കളിക്കാം. അവന്മാരെ അല്ലയോ പാവങ്ങളെ പറ്റിക്കുകള് പോവാ. കാസ്റ്റോടാ കിടക്കാം. അപ്പൊ ഗുഡ് നൈറ്റ്. അല്ല, എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന്. എന്നാ ഞാൻ താഴോട്ട് പോവാം. വരാം. വരാം.
ഏതാണ്ടൊരു സൗണ്ട്. സിമ്മിനെന്നില്ലയോ? സിമ്മിൻ എന്തുവാ? എടാ ഹോശി, നീ എന്തുവാ കാണിക്കുന്നത്? ഇതിൽ കഴിഞ്ഞില്ല ഇത്. ഞാൻ ബോഡി വെത്തായിരുന്നു. എടാ ചെറുക്കാൻ, നിനക്ക് നാളെ എണ്ണിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ കിടന്ന് കാണിച്ചാ. ആണോ? ശേ, ബോഡി വരുത്തുന്നു. ഇന്ന് 6 പാക്ക് വന്നോടോ? ആ വന്ന് 5 എണ്ണം. 6 എണ്ണം അല്ലേ 6 പാക്ക്? അല്ലടാ നിനക്ക് 8 എണ്ണം വരും. നീ പോടാർക്കാം. ഇന്നും കൊണ്ട് 6 പാക്ക് വരില്ല. ഇല്ലെന്ന് ആ കുറെ വർക്കൗട്ട് ചെയ്യണം. ചേക്കെ തൊട്ടോക്കടാ. ഓ ഈ ചെറുക്കൻ. ആ തൊടു. ഹായ്, നല്ല പ്രിങ്കോ വന്നിരിക്കുന്നു. ഇക്ലിരുന്ന് മറക്ക. ഇന്ന് വരില്ലല്ലേ? ഇന്ന് വരുത്തില്ല. ഓർഡർ ചെയ്ത സാധനം വരുന്നതിന്റെ കൂട്ടാ പറയുന്നത്. എന്നാ കിടക്കാം. അയ്യോ, ഞാൻ അവിടെ കിടന്നു കഴിഞ്ഞാൽ ഇനി ചെന്ന് കഴിഞ്ഞാൽ ചെങ്ങോൻ എന്നെ ചവിട്ടി വെളിയിൽ കളയും. അന്ന് നീ എൻ്റെ കൂടെ വാ, വീട് കൂടെ വാ കിടക്കാം. എന്നാടാ ഞാൻ റൂമിലോട്ട് പോവാ. ശരിടാ, കാണാം നാളെ. ശരി. എന്താടാ ഒരു കുത്തിപ്പറച്ചില്? ഓ ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ വല്ലതും ഉണ്ടോ? എന്നാ പോയാർക്കാം. അതിൻ്റെ കൂടെ കുഴപ്പം. എന്നാ കുഴപ്പമില്ല. ബാ. രാത്രി ശുഭരാത്രി, ഇനി എന്നും ശിവരാത്രി. ഈ ചുമ്മാ പാടിയതാ. ബാ നമുക്ക് ഉറങ്ങാം. ശിവരാത്രി. എടാ ഉറങ്ങാടാ, കുഴപ്പമൊന്നുമില്ല. എന്നാ ബാ ഉറങ്ങാം. അപ്പോൾ ആർമി, ഇത് ജസ്റ്റ് ബിഗിനിങ്. പിന്നെ ഇത് ഇച്ചിരി ലെങ്ത് ഉള്ളൊരു FF ആയിരിക്കാം. കാരണം കുറച്ച് കേപ്പപ്പ് വിശേഷങ്ങളും അതും ഇതൊക്കെ എല്ലാം ഉണ്ടല്ലോ. കോമഡി ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ജീക്കോക്കൻ ലവ് സ്റ്റോറി എങ്ങനെ പോകുന്നു നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു മീൻകുക്കി വേൾഡ് ചിമ്മിയാണ് ഞാനെന്ന്. അപ്പോൾ എൻ്റെ ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് ഹാക്കായി പോയതാ. 1.91K സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം 26 സബ്സ്ക്രൈബേഴ്സാണ് ഈ ചാനലിന്. എനിക്ക് 26 വന്നപ്പോഴേ സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. എനിക്കറിയത്തില്ല എല്ലാവരും ഇങ്ങോട്ട് വരണേ, എന്നെ മനസ്സിലാവുമെന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷെ എല്ലാവരും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണേ. ഇനി ഇതിലായിരിക്കും വീഡിയോസൊക്കെ. നമുക്ക് ഈ FFൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ലവ് സ്റ്റോറിയോ ഒക്കെ ഇടാം, ഈ FFൻ്റെ ഇടയ്ക്കായാലും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരിക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.